പ്രൈസ് ദി ലോർഡ്. ബൈബിൾ വോയിസ് മിനിസ്ട്രിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്നത്തെ തിരുവചനം ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 6-ാമത്തെ വാക്യം. അവൻ ബന്ധപ്പെട്ടിറങ്ങി അവനെ കൈക്കൊണ്ടു. ഈ ഭാഗത്തെക്കുറിച്ച് വീണ്ടുജനം പ്രാപിച്ചിരിക്കുന്ന ദൈവമക്കളെ നമുക്ക് എല്ലാവർക്കും വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു ഭാഗമാണല്ലേ. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവായ യേശു ക്രിസ്തു യെരിഹോവിൽ കൂടെ കടന്നു പോകുന്ന സമയത്ത് ഒരു വ്യക്തി അവിടെ ഉണ്ട്, യേശുവിനെ കാണുവാൻ വേണ്ടി. യേശുവിനെ കാണണമെന്ന ആഗ്രഹമായിരുന്നു തനിക്കുണ്ടായിരുന്നത്. തൻ്റെ പേരവിടെ പറയുന്നുണ്ട്, സക്കായി. സക്കായിക്ക് യേശുവിനെ കാണണം. സക്കായി അതിനുവേണ്ടി എന്ത് ചെയ്തു? സക്കായി ആരും കാണണമെന്ന് താൻ ആഗ്രഹിച്ചില്ല, എന്നാൽ തനിക്ക് യേശുവിനെ കാണണമെന്നാണ് താൻ ആഗ്രഹിച്ചത്. അപ്പോൾ അതിനുവേണ്ടി താൻ കണ്ടെത്തിയ ഒരു മാർഗമുണ്ട്. ആ മാർഗമാണ് ഇത് കണ്ടോ, അത്തി. ഇതുപോലൊരു വലിയ അത്തിയുടെ മേളിൽ കയറി താന് ഒളിച്ചിരിക്കുകയാണ്. പക്ഷേ തൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് യേശുവിനെ എനിക്ക് വ്യക്തിപരമായി ഒന്ന് കണ്ടാൽ കൊള്ളാം. പ്രിയപ്പെട്ടവരെ, പക്ഷെ ആ ചിന്ത നമ്മുടെ കർത്താവ് പറഞ്ഞു. അവൻ ഹൃദയങ്ങളെ മനസ്സിലാക്കുന്നവനായ ദൈവമാണല്ലേ. ഏതൊരു വ്യക്തിയാണ് യേശുവിനെ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്, രക്ഷയിലേക്ക് ആര് കാംക്ഷിക്കുന്നുവോ ദൈവം അവനെ അതിലാക്കും. അപ്പോൾ സംഭവിച്ച കാര്യം ഇത്രയേ ഉള്ളൂ. ഞാൻ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് താല്പര്യപ്പെടുന്നത്. യേശു തന്നെ അറിഞ്ഞു, യേശുവിന് തന്നെക്കുറിച്ച് ഒരു ആഗ്രഹവും ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവിടെ വെച്ച ഒരു ടൈമിങ്. എന്താണ് ഉണ്ടായത്? യേശു അതുവഴി വരികയും തനിക്ക് സക്കായിക്ക് യേശുവിനെ കാണണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകുകയും ചെയ്തു. അതിനുള്ളതായ പ്രത്യേകമായ ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ടായി, അല്ലേ? ഒരു അന്തരീക്ഷം അവിടെ രൂപപ്പെട്ടു. പ്രിയപ്പെട്ടവർ, നമ്മുടെയൊക്കെ ജീവിതത്തിലും അങ്ങനെയുള്ള ചില അന്തരീക്ഷങ്ങളൊക്കെ ഉണ്ടായില്ലേ? ചില സന്ദർഭങ്ങൾ ഉണ്ടായില്ലേ? യേശുവിനെ കണ്ടുമുട്ടുവാനായിട്ടും യേശുവിനെ അറിയുവാനും യേശു നമ്മെ അറിഞ്ഞു എന്നുള്ള ബോധ്യം വരുവാനൊക്കെ ഇടയായില്ലേ? എന്ന് പറഞ്ഞതുപോലെ ഈ സക്കായി അത്തിമരത്തിൽ കയറി ഇരിക്കുകയായിരുന്നു. പക്ഷേ യേശു അതുവഴി കടന്നുപോയപ്പോൾ താൻ യേശു ഒരു കാര്യം ചെയ്തത്, അത് വളരെ സന്തോഷകരമായ കാര്യമാണ്. യേശു ചെയ്തത് എന്താണ്? സക്കായിയെ, നീ വേഗം ഇറങ്ങി വാ എന്ന് കർത്താവ് തന്നെ വിളിക്കുവാനിടയായി തീർന്നു. അപ്പോൾ വ്യക്തിപരമായൊരു ബന്ധം അവിടെ സ്ഥാപിക്കപ്പെടുകയാണ്. കർത്താവ് വിളിക്കുന്നവനാ, അല്ലെ? തന്നെ കാണണമെന്നും തന്നെ അറിയണമെന്നും ആഗ്രഹിക്കുന്നവരെ കർത്താവ് വിളിക്കുന്നു. തന്നെ പേർ ചൊല്ലി വിളിച്ചു, സക്കായിയെ, നീ വേഗം ഇറങ്ങി വാ. ഓൺ ദ സ്പോട്ടിൽ സംഭവിച്ച എന്താണ്? ആ വാക്യമാണ് ഞാൻ വായിച്ചത്. ലൂക്കോസ് 19-ന്റെ 6-ാമത് വാക്യം. അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി അവനെ കൈക്കൊണ്ടു. പ്രിയമുള്ളവരെ, ഈ സന്ദേശം എന്ന് പറയുന്നത്, ഇന്നത്തെ സന്ദേശം എന്ന് പറയുന്നത് യേശുവിനെ കൈക്കൊള്ളാത്തവർ യേശുവിനെ കൈക്കൊള്ളുക എന്നുള്ളതാണ്. അവൻ ബന്ധപ്പെട്ടിറങ്ങി യേശുവിനെ കൈക്കൊണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ വാക്യത്തിൽ നമ്മളതാണ് വായിക്കുന്നത്. യേശുവിനെ കൈക്കൊണ്ട്, യേശുവിനെ കൈക്കൊള്ളുന്നവരുടെ ജീവിതം ദൈവത്തിന്റെ മകനെന്നുള്ള അത്ഭുതമായ അനുഭവത്തിലേക്ക് എത്തുകയാണ്. സക്കായിയോട് കർത്താവ് പറഞ്ഞു, നീ വേഗം ഇറങ്ങി വാ, എനിക്കിന്ന് നിന്റെ വീട്ടിൽ നിന്നോട് ഒരുമിച്ച് വസിക്കേണ്ടതാണ്. നമ്മുടെയൊക്കെ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അത്തിയുടെ തണലിൽ, അത്തിയുടെ ആ ആരും കാണാത്ത അവസ്ഥയിൽ, ഏതെങ്കിലും ഒരവസ്ഥയിൽ താങ്കൾ ആയിരിക്കുന്നുവെങ്കിൽ ഇതാ യേശു താങ്കളെ ഇന്ന് വിളിക്കുക. ഇറങ്ങി വാ. ആ ബന്ധപ്പെട്ട് ഇറങ്ങി വരണമെങ്കിൽ ബന്ധപ്പെട്ട് ഇറങ്ങി വാ. എന്ത് സംഭവിക്കും? കർത്താവിനോടൊരുമിച്ച് തങ്ങളുടെ വീട്ടിൽ കർത്താവ് വരും. കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. ഇന്ന് വരെ രക്ഷയുടെ സന്തോഷം അനുഭവിക്കാത്ത വ്യക്തിയാണ് ഇന്ന് ഈ ശബ്ദം എന്നിലൂടെ ശ്രദ്ധിക്കുന്നതെങ്കിൽ താങ്കൾക്ക് യേശുവിനെ കൈക്കൊള്ളുവാനായിട്ടുള്ള അവസരമാണ്. ഇറങ്ങി വരിക, യേശുവിനെ കൈക്കൊള്ളുക. അവൻ വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു വരുന്നു, താങ്കളുടെ വീട്ടിലേക്ക് അവൻ കടന്നു വരുന്നു. അതുകൊണ്ട് അവനെ കൈക്കൊള്ളുവാൻ ഈ അവസരം താങ്കൾക്ക് ഉപയോഗപ്രദമായി തീരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. നമ്മുടെ കർത്താവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.